ഗൈസ് നമ്മൾ ഇന്ന് കുറുവ വാങ്ങിക്കൊടുന്നു. കുറുവ എന്നല്ല പേര്, എന്തോ ഒരു മീനാണല്ലേ. അയ്യവാ മോണ്ടൻ ഇവിടെ മോണ്ടൻ മുടി വെട്ടാൻ വേണ്ടി പോയിക്കാണ്. ബാർബർ ഷോപ്പ് കാരണം പോയതാണ്. മുടി മുളപ്പിച്ച് വെട്ടാൻ പോയതാണ്. എന്താണ് ഒരു മാസത്തിന് 2-3 മാസത്തിന് ഈ മുടി വളരൂല. അതാണ് രാവിലെ തൊട്ട് ഉച്ചക്ക് തൊട്ടിട്ടില്ല വെട്ടല്ലേ ഈ നേരം വരെ. എന്തൊക്കെയാണ് വെട്ട് ലുക്കായില്ലോ. പോയി മോണ്ടനെ വിളിച്ചോണ്ട് വാടാ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗ് സ്വാഗതം ഗൈസ്. ലേമ്മ എന്താണ് ഇന്നത്തെ പരിപാടി? ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാ മീന് വെട്ടി നന്നാക്കി കറി വെക്കണം. എന്ത് മീനാണ്? എന്ത് മീനാന്ന് വെച്ചാ എന്ത് മീനത്? പോയ മീന്റെ മാതിരിക്കില്ല. പോയ മീൻ തന്നെയാണതേ ഗൈസ്. നമ്മൾ ഇന്ന് കുറുവ വാങ്ങിക്കൊടുന്നു. കുറുവ എന്നല്ല പേര്, എന്തോ ഒരു മീനാണല്ലേ. നമ്മൾ ഇന്ന് ഇവിടെ മീൻ വണ്ടി പോയപ്പോൾ മൂപ്പരോട് ചോദിച്ചു. അപ്പോൾ പൊയമീൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 2 വലിയ കുറുവയാണ് തോന്നുന്നത്. കുറുവ അങ്ങനെ എന്തോ ഒരു മീനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു സാധനം ഇതാക്കാന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം വലുതാണല്ലോ. അപ്പോൾ അത് സെറ്റാക്കാന്ന് വിചാരിച്ചു. നന്നാക്കാൻ അറിയോ? പൊയമീനാണ്. അറിയാന്ന് വെച്ചാ കുറച്ചധികം മല്ലി കെട്ടണ്ടേ. കാരണം പൊയമീൻ ഇപ്പൊ നമ്മൾ കൂട്ടിയിട്ട് എത്ര ദിവസമായി മമ്മ? കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞെല്ലാം പിന്നെ മീൻ പിടിച്ചു. അതിനെ കഴിഞ്ഞ കൊല്ലം മഴക്കാലത്തില്ലേ. എങ്ങനെ എവിടുന്നും കിട്ടിയിട്ടില്ല. അതിനെ പൊടി മീനുകളില്ലേ. ഒരിക്കൽ മീൻ പോയിട്ടേ പിന്നെ മീൻ 3-4 കിട്ടിയിട്ട് നമ്മള് പോയി വത്തൽ വാങ്ങി കൊടുത്തിട്ടുണ്ട്. മീനാന്ന് പറയാണ്ട് നമ്മള് അല്ലാതെ പിന്നെ മീൻ കിട്ടാല്ലേ. ഇല്ല, അതാണ് അവസ്ഥ. ഞങ്ങളെ പോയിട്ടൊന്നും ഗൈസ് മീനില്ല. സാധനങ്ങളൊക്കെ എടുത്തോളി. പിന്നെ ഗൈസ് മോണ്ടൻ ഇവിടെ മോണ്ടൻ മുടി വെട്ടാൻ വേണ്ടി പോയിക്കാണ്. ബാർബർ ഷോപ്പ് കാരണം പോയതാണ്. എന്താ കാട്ടണാവോ, നീ ഓൻ വരാണ്ട്. അപ്പം ഞാപ്പത്തിനൊന്ന് ഞാൻ പരിപാടി തുടങ്ങാൻ വിചാരിച്ചു. കാരണം ഇത് സാധനം ഇതാക്കാനും നന്നാക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ആരൊക്കെയാണ് വേദിയിലോട്ട് ആരൊക്കെ ഇറങ്ങണമ്മ? പിന്നെ കണ്ണ് കാണുന്നോല് ചേച്ചി അങ്ങനെ സഹായിച്ചു തരാം. അമ്മ സഹായിച്ചു വെളിച്ചം ഓടിച്ചു തരാം. എന്നാ പുറത്തേക്ക് ഇറക്കി. അപ്പൊ ഉമ്മയാണ് വേദിയിലേക്ക് ഇറക്കാൻ പോണം. എന്തിനാ വെട്ടത്ത്? എന്തിനാ അതിന്റെ ഇത് വെട്ടണ്ടേ? ആണോ? അതിന് ചെറിയ കത്തി പറ്റൂല. അപ്പൊ ചെറിയ കത്തി പറ്റിയില്ലെങ്കിലോ കുറച്ച് കനല കത്തി തന്നെ എടുക്കുക. ആണോ? അങ്ങനെ സേഫ്റ്റി ഫസ്റ്റ് ഗൈസ് അതാണ് ഇമ്മമ്മ പറഞ്ഞത്. ഇമ്മ അങ്ങോട്ട് പോയിക്കണേ, ഞാൻ ഇമ്മാന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. എന്താ പറഞ്ഞേ? മുട്ടിയാളോ? പണ്ട് മീനൊക്കെ മുറിച്ചതിന് മുട്ടിയാളല്ലേ? ഇല്ല, മുട്ടി വേണം നിർബന്ധ. ആ ഇതിന്റെ റാക്കിന്റെ മുകളിൽ ഉണ്ടാവോ? എവിടെ പലകക്കജ്ജ് പറഞ്ഞാൽ മതി പറഞ്ഞു. അത് ശരി. എവിടെയാണ്? എവിടെ വെച്ചിക്കണോടെ? എവിടെയാണ് ഗൈസ്? ഇതാണ് ചെറിയൊരു മുട്ടി. കാരണം മീനിന്റെ വാല് തലൊക്കെ നമ്മൾ ഇതുമ്പോ വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ അന്വേഷിച്ചത്. ഇവിടെ വെച്ചിട്ട് നമ്മ കട്ട് ചെയ്യണേ. എന്നാ കയ്യിൽ പിടിച്ചോളി. 800 ആണോ? ഒരു ചാക്ക് വിരിച്ചണ്ടേ? ചാക്ക് എന്തിനാ? ചാക്ക് നിലത്തായിരിക്കാൻ. ആണല്ലേ. എന്നാ അവിടുന്ന് ഒരു ചാക്ക് എടുത്തില്ലേ? അവിടെ ചാക്കുണ്ട്. 800 ആണോ അമ്മ? വൗക്കണൊന്നുമില്ലല്ലോ. വൗക്കുണ്ടെന്നുണ്ടെങ്കിലല്ലോ സാധാരണ 800 യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും വെച്ചേ ഗൈസ്. പണ്ടൊക്കെ ഞങ്ങളെ ആപ്പാപ്പന്മാരൊക്കെ മീൻ പിടിച്ചാൻ പോകുന്ന ടൈമിൽ ഓലൊക്കെ മീനും കൊണ്ടുവരുന്ന ടൈമിൽ 800 കുറച്ച് അത്യാവശ്യത്തിന് എടുക്കും. കാരണം ഞാൻ പുഴ മീനും തോട്ടത്തെ മീനൊക്കെ നല്ല വൈക്കലുണ്ടാവും. അപ്പോൾ ഏറ്റവും തൊലിയൊക്കെ വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ആറിൽ മഞ്ഞിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ, മുജ്ജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല വൈക്കലുണ്ടാവും അതിൻ്റെ തൊലി. അപ്പം അത് 800 ഒക്കെ ഇതാക്കിയിട്ട് വലിച്ചിങ്ങനെ എടുക്കലാണ് ചെയ്യല് ഇല്ലമ്മ. എന്നിട്ട് പിന്നെ തിരുമ്പാൻ കല്ലുമ്മ ഒക്കെ വരുന്നില്ലേ? കല്ലുമ്മ വെച്ചിട്ട് വരുന്നു. ചെറുതൊക്കെ കൊയ്പ്പ് പോകാനേ കല്ല് വെച്ചിട്ട് വരക്കും. കല്ലുപ്പൊക്കെ ഇട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെയാണ് ഗൈസ്. അത് പിന്നെ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ അല്ലേ. ഇതാക്കണം ഇമ്മാക്കണം ഇവിടെ വെട്ടൽ തുടങ്ങി. അതിൻ്റെ വാലനെ ആദ്യം വെട്ടിണ് കളഞ്ഞു. കയറ്റി വെട്ടല്ലോ കേട്ടോ, ഇറച്ചിലെ ഭാഗം കളയല്ലേ. എങ്ങനെ ഉണ്ടാവും ഗൈസ് അറിയാം. മമ്മ ഇവിടെ ഇരുന്നളി, ഈ ഭാഗത്തേക്ക് ഇരുന്നളി, അവിടെ നിന്ന് ഇരുന്നളി. കയ്യും കുട്ടി വെട്ടരുതിട്ട് ഞാൻ പണി ഉണ്ടാക്കരുത്. വേറെ ഒന്നും പറയാല്ലോ എനിക്ക്. ഇതെന്താ മമ്മ? കല്ലുപ്പോ? അത് കല്ലുപ്പല്ലേ. കല്ലുപ്പൊക്കെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെകിളപ്പുകളെ പോരും. പിന്നെ അതേമാതിരി കുറച്ച് മത്തി ഉണ്ടല്ലേ അമ്മ? അത് വാങ്ങിയപ്പോൾ അതിൻ്റെ ഒപ്പം ഫ്രീ തന്നാ മറ്റേ കാക്ക. അങ്ങനെ ഉമ്മ എന്നാ മത്തി എന്നായിക്കളി ഞാൻ പറയുമ്പോ അത് ഉമ്മ മറ്റേ വലുത് ഇമ്മ നോക്കിക്കോളും.
കണ്ടോ ഇത് ചെകിളൊക്കെ പെട്ടെന്ന് പോരുന്നില്ല അമ്മ സുഖമാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് കുറുവന്നെയാണല്ലേ കുറുവന്നെയാണ് മൂപ്പര് പറഞ്ഞത് കുറുവന്നെയാണ് തോന്നുന്നത് പിന്നെ വലിയ മീനാട്ടോ ഇതെങ്ങനെ വെക്കുക എന്നിട്ട് സാധാ ഇത് വെക്കണ വായിക്കാതോ പൊരിച്ചാണ് ആ അല്ല മസാലകളൊക്കെ സാധാ വായിക്കണ തേക്കണ്ടിയേ ആണോ അപ്പോൾ കുഴപ്പമില്ല അതിൻ്റെ തല എങ്ങനെ ഇപ്പോൾ വെട്ടിക്കളഞ്ഞ് എവിടെ ഗൈസ് കരി ഇവിടെ ബാക്കിൽ നിൽക്കുന്നുണ്ടോ ഇല്ലടാ അനക്ക് തൊള്ളി കൊള്ളണ മീനല്ലത് ഇത് ചെറിയ മീനാണ് അനക്ക് വേണോ എനിക്ക് തിന്നൂല ഓനക്ക് മീൻ ഇറച്ചൊന്നും പറ്റൂല ഗൈസ് ഉള്ളി മുട്ട മാത്രം കൂട്ടുള്ളൂ ചെറുക്കാം നമ്പൂരി കുട്ടിയല്ലേ മാവ് പറഞ്ഞിട്ട് എൻ്റെ പള്ളിയിൽ എന്തേലും ചോരെ പോയമീനൊക്കെ കൂട്ടിയിട്ട് കുറേ കാലമായി ഗൈസ് ഇമാതിരി വലിയ പോയമീനൊക്കെ തിന്നിട്ട് കുറേ കാലമായി ഉമ്മ നിന്നതാ വലിയ പോയമീനൊക്കെ വലിയ മീൻ നമ്മളെ കുട്ടി മകം വീസാനൊക്കെ പോയിട്ട് അപ്പൊ ഞങ്ങളൊക്കെ നാളെ പിടിച്ചോണെന്നതോ അത് ചെറുതല്ലേ അല്ല അത്യാവശ്യം വലുതുണ്ടായിനല്ലോ ഇതേമാതിരി കരിമീനൊക്കെ ഉണ്ടായിനല്ലോ എന്നാ മുട്ടല്ല അത് എയർ ടൈറ്റ് ആയതാണ് എയർ പമ്പായതാണ് ഇതിന് സീനൊന്നുമില്ല തെറിപ്പിച്ചല്ലേ അന്ന് അതൊക്കെ അത്യാവശ്യം വലുതന്നല്ലേ അമ്മ ഇത്രയൊന്നുമില്ല എന്നാലും വലുത് തന്നെയാണ് ശരി അപ്പോഴും കേസ് അവിടെ നമ്മളെ കൊച്ചാക്കി അപ്പോഴും മക്കൾക്കേ പ്രയോറിറ്റി ഉള്ളൂ അല്ലേ മരുമക്കളല്ലേ സോറി പേരക്കുട്ടിയൊക്കെ വലിയ ഇതൊന്നും ഇല്ലല്ലേ അങ്ങനെയൊന്നുമില്ലടാ കേസ് ഞങ്ങളെ ചെറിയാപ്പാപ്പുണ്ട് ആണോ ഞങ്ങളെ ചെറിയാപ്പാപ്പ അല്ലേ ആ ചെറിയാപ്പാപ്പ പണ്ടൊക്കെ ഇവിടെ എല്ലാ ടൈമിലും അതായത് ഞങ്ങളെല്ലാവരും ഈ തറവാട്ടിൽ തന്നെയാണല്ലോ അപ്പോൾ അന്ന് ആ ടൈമിലൊക്കെ ചെറിയാപ്പാപ്പ വലയും കൊണ്ട് പോകും ചെറിയാപ്പാപ്പാൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എന്നിട്ട് പോയിട്ട് വല ഇട്ടിട്ട് എന്തൊക്കെ മീനാണ് എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ മീനുകൾ കൊണ്ടുവരും നട്ടപ്പാതിരൊക്കെ കയറി വരുള്ളൂ എപ്പോഴാണ് ഉച്ചക്കൊക്കെ പോകും ഉച്ചക്ക് രാവിലെ പോവുക വെട്ടൊക്കെ കഴിഞ്ഞാണ് പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങാടിയിലൊക്കെ പോയി പെരയ്ക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ കൊണ്ടു വന്നിട്ട് ചങ്ങായിമാരും ഉണ്ടാവും വലിയൊരു പോക്കാണ് എന്നിട്ട് പിന്നെ വീശി വരും ചേച്ചൻ പിന്നെ ഈ ചൂണ്ടല് പിന്നെ കെട്ടിയിടും വെയില് എന്നിട്ട് പിന്നെ വെളുപ്പിനെ പോകുമ്പോ എത്ര കാണും വലിയ മീനായിക്കാരൻ അറിയാം അതന്നെയാണ് ഗൈസ് പണ്ടൊക്കെ ഞങ്ങളെ പൊയിലൊക്കെ ഇഷ്ടം പോലെ മീനുകളുണ്ടായിന് പിന്നെയും 2018 പ്രളയമൊക്കെ വന്നില്ലേ അതിനുശേഷം പോയ കാകം മണലും ഇതായി അതിന് മുമ്പൊക്കെ ഞങ്ങളെ പൊയിലൊക്കെ ഇഷ്ടം പോലെ മീനുകളുണ്ടായിന് ഇപ്പൊ ഒന്നുമില്ല ഉണ്ട് ചെറിയ ഇതൊക്കെ ഉണ്ട് വലിയ ഐഡിയ ഒന്നുമില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ അത് കഴിക്കാൻ പറഞ്ഞില്ല പണ്ടൊക്കെ ആപ്പാപ്പന്മാര് ഇങ്ങനെ കൊണ്ടുപോയി അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് വലിയ ഇതിനൊക്കെ കൊണ്ടുവന്നിട്ട് തൊലി പറിച്ചാനൊക്കെ മനഞ്ഞിലൊക്കെ തൊലിയൊക്കെ പറിച്ചാന് ഞങ്ങളൊക്കെ കൂടി കൊടുത്തേന് അല്ലേ അമ്മ തൊലി പറിച്ചാനും വലീന്ന് എടുക്കാനും തൊലിയൊക്കെ പറിച്ചാനും എന്നിട്ട് അതിന്റെ തൊലി ഇവിടെ ചുമരുമൊക്കെ തേച്ചിങ്ങനെ വെച്ചിന് അത് എന്തിനാണ് അത് എന്തിനുള്ള മരുന്നാണെന്ന് പറഞ്ഞേ എന്തോ മന്തിനോ ശ്വാസമുട്ടലിനോ അങ്ങനെ ഈ ശ്വാസമുട്ടലുള്ളവർക്കൊക്കെ ആരലിന്റെ അതേപോലെ മനഞ്ഞിലൊക്കെ തൊലി നല്ലതാണെന്നൊക്കെ പറഞ്ഞേന് ഔഷധമാണല്ലോ മഞ്ഞില് ഇതെന്താ ഇപ്പം ഒന്നൊരു പരിവാക്കിയോ നോട്ടൊന്ന് നിർത്തി കാട്ടിക്കാം ഇതിൻ്റെ പള്ളൊക്കെ തുറന്ന് ഉള്ളൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഇതാക്കിയില്ലേ വാലിതൊക്കെ വെട്ടിക്കളഞ്ഞല്ലേ തല വെട്ടലില്ലല്ലോ തല നോട്ടല്ലേ ചുണ്ട് മാത്രം കളഞ്ഞിട്ടുള്ളൂ അല്ലേ ചുണ്ട് ചെറുതായിട്ടൊന്ന് കളഞ്ഞു തല ഉണ്ടായിക്കോട്ടെ കടിച്ചു കുറച്ച് തിന്നാലോ അങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ് ഇപ്പം അങ്ങനത്തെ കാലം നല്ലല്ലോ ഇപ്പം അങ്ങനത്തെ കാലമല്ല ഞങ്ങളെ പോയില്ലൊന്നും ഇപ്പം മീനേ അല്ല ഞങ്ങളൊക്കെ ചൂണ്ടിടാൻ പോകുമ്പോ കിട്ടി എങ്ങനെ മമ്മ ഇപ്പൊ ചൂണ്ടലിടാൻ പോയില്ലേ പണ്ടൊക്കെ ചൂണ്ടലിട്ടിട്ട് കുറച്ചൊക്കെ ഇപ്പൊ അതിന് ടൈം ഇട്ടില്ലല്ലോ മമ്മ പൊയില് മീനുമില്ല ആ പ്രളയം വന്നതിന് ശേഷം വള്ളമില്ല മീനുമില്ല ആയം പറയുന്ന സാധനമല്ല എന്നിട്ടല്ലേ ഇപ്പൊ പണ്ടൊക്കെ എങ്ങനെ പോയിന് നമ്മളൊക്കെ ശരി വലുതുകാലം കൊണ്ട് വെച്ചാത്ത ആൾക്കാരൊക്കെ പണിക്കുന്ന ഇങ്ങനെ കയറാം മോട്ടപ്പരാണിട്ട് ഓനെ കാണാനല്ലോ ഇങ്ങനെ മുടി വെട്ടാൻ പോയാല് ഓൻ ഉച്ചക്ക് പോയിക്കണം മുടി വെട്ടാൻ അപ്പൊ എന്ത് മുടിയാണ് ആ വെട്ടണത് തലടക്കം വെട്ടി പോരെ ഇനി വണ്ടിട്ട് പോയോ അതല്ല പറയുന്നു ഗൈസ് ഇവിടെ വേറൊരാള് വെയിറ്റിംഗ് കേട്ടോ എന്താ എനിക്ക് പറയാല്ലേ കുറുവേണത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് കടിച്ചു പോയിക്കോ ഞാനതൊക്കെ പറയും തൊട്ടാൻ്റെ കജ്ജും കാലിയാൻ വെട്ടും കേട്ടല്ല ചട്ടിയിലിട്ട് ഞാൻ പൊരിച്ചും പൂച്ചക്കട്ടലായിട്ട് ഉണ്ടാക്കും എന്നെ കൊണ്ട് ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്തേ നമ്മളെ പൊയില് വലിയ മീൻ കൂട് വെച്ചീന് എന്നിട്ട് മീൻ വലിയ കൂട് വെച്ചിങ്ങനെ മീൻ പിടിച്ചിട്ട് പോത്ത് വണ്ടിക്കൊക്കെയാണ് മീൻ വിൽക്കാൻ കൊണ്ടുപോകുക മറ്റേ കാളവണ്ടിയില്ലേ വലിയ കാളവണ്ടിക്ക് പണ്ടൊക്കെ അങ്ങനെയാണല്ലേ
ഇപ്പൊക്കെ പോയ മീനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ടാസ്ക് ആണ് തോന്നണേ നമ്മളെ നാട്ടിൽ കേട്ടോ. ചീളല്ലേ ഡ്രസ്സ് കിടക്കുമ്പോൾ മാറ്റേണ്ടി വരും മീന്. അതാ മീന് പോയ മീൻ കൂട്ടിയിട്ട് എത്ര കാലമായി, നിങ്ങളൊക്കെ കൂട്ടിയിട്ട് എത്ര കാലമായി എന്നൊന്ന് കമന്റ് ചെയ്യട്ടോ. ഞാനൊക്കെ ഒരുപാട് കാലമായി കൂട്ടിയിട്ട്. ഒരുപാട് കാലം കഴിഞ്ഞല്ല എന്നാണ് ഞങ്ങൾ ചൂണ്ടിടാൻ പോയിട്ട് ഒരു പരന്നൊരു മീൻ കൊടുന്നല്ലോ. അതന്നെയാണ് കരിമീൻ വലുത്, വലിയ കരിമീൻ. അത് 3 കൊല്ലം മുമ്പാ. അതൊക്കെ എത്ര കാലം 3 കൊല്ലമൊന്നല്ല ആണ് ഏകദേശം ടൈം. ഗൈസ് ആ വീഡിയോ ഒക്കെ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. ഇതിന്റെ അടിയിൽ താഴെ വെക്കണം. അതായത് പണ്ട് ഞാനും മോണ്ടനൊക്കെ നട്ടപ്പാതിരൊക്കെ ചൂണ്ടിടാൻ പോയ വീഡിയോ ഒക്കെ ഉണ്ട് ഇതില്. അതായത് ആ വീഡിയോ ഒക്കെ നിങ്ങള് തപ്പിയൊക്കെ എത്ര 400 സംതിങ് 500 സംതിങ് വീഡിയോ ഇട്ടിട്ടില്ലേ, താഴെ ഭാഗത്തുണ്ടാവും. ഞാനും ഈ നേരം തെരഞ്ഞു നിൽക്കണം. ആണോ? അതായത് ആദ്യത്തെ പേര് വേർതാണെന്നുള്ളൂ. അത് വിചാരിച്ച് ചാനലൊന്നും മാറൂല, ഈ സെയിം ചാനലിൽ തന്നെയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ നട്ടപ്പാതിരൊക്കെ മീനൊക്കെ പിടിച്ചാൻ പോയ വ്ളോഗൊക്കെ നമ്മൾ ഈ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടുനോക്കി. ഏറ്റവും താഴെ വയ്ക്കണം, ഒന്ന് കണ്ടുനോക്കി. വെറുതെ കുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കി കേട്ടോ. കാരണം രസമാണ്. നട്ടപ്പാതിരക്കൊക്കെ ടോർച്ചും കൊണ്ട് പോകും. എൻ്റെ ഒരു മൊബൈൽ അങ്ങനെ പോയിക്കണ്. അത് ചെറിയ മൊബൈലാണ്. അതാ അന്ന് പൊലം വെള്ളമാണ്. നട്ടപ്പാതിരക്ക് പോയതാ. ചെറിയ മൊബൈലാണ്. ചെറുക്കൻ കളത്തേക്ക് ഇറങ്ങിയിട്ടമ്മ ഇറങ്ങി പോകാണ്. പിന്നെ നട്ടപ്പാതിരക്ക് മീൻ മണത്താണ് എൻ്റെ അടുത്ത് വന്ന് കിടക്കും. കാട്ടി വിട്ടാണ്ടല്ലോ എന്നെ തിന്നൂല്ല. എന്നിട്ട് വെറുതെ മാവ് പറഞ്ഞ നടക്കും. അങ്ങനെ കല്ലോട്ടിൽ വീണ്ടും ഏയ് ഇങ്ങ വാടാ, ഇങ്ങ ഇരി, സിറ്റ് ഡൗൺ. ഓക്കെ, അവിടെ ഇരുന്നോ. കളത്തേക്ക് ഇറങ്ങാൻ ആയിട്ടില്ല. തിന്നാൻ പറ്റണ മീനല്ലേ. ചുണ്ടൊക്കെ വെട്ടി പൊളിച്ചണാക്കണ്. കപ്പില് രസം വെള്ളം എടുക്കോ? വെള്ളം വേണം. കൊയ്ത്തിട്ടേ കൈ വകുക്കുണ്ടോ? മത്തി വെള്ളം പിന്നെ എങ്ങനെ വകുക്കണ്? മത്തിക്ക് വകുപ്പുണ്ടോ? എന്നാ മാമാ ഇത് കൊഴിച്ചിട്ടുണ്ട്. കുറച്ച് മതിയോ? ഇതിവിടെ ബാക്കി ഇവിടെ വെക്കാം. മാവെന്നല്ല അവിടെ നന്നായി മീൻ നന്നാക്കിയാണ് പൊരിച്ചിട്ട് തരും. അപ്പം എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം. ഇപ്പോൾ ഇത് അഭിപ്രായം പറയാൻ ചായിട്ടില്ല. അങ്ങനെ കയറുന്ന പിന്നെ തെങ്ങനെ കമോൺ മാൻ സിറ്റ് ഹിയർ. പിന്നെ ഞാൻ മിക്കവാറും കൂട്ടാൻ വെക്കുവേ. പൂച്ചക്കട്ട്ലേറ്റ് മിക്കവാറും ഉണ്ടാവും കേട്ടോ അമ്മ. പൂച്ചക്കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി തിന്നോക്കണം. മറ്റേ ദിലീപ് അല്ലേ, മറ്റേ ദിലീപ് പടത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ മറ്റോള് എന്താ പേര്? കാവ്യേ. ആരോ ഒരാള് നവ്യ. പൂച്ചക്കട്ട്ലേറ്റ് ആണ് അറിയും. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഴിഞ്ഞോ? ഞാൻ വെള്ളം ഒഴിച്ചേരാം. മമ്മ അപ്പത്തിനോടെ മത്തി ഒന്നായിക്കോളി മാമ. ഞാൻ വെള്ളം ഒഴിച്ചേരാ വരി. കഴുകിട്ട് മുറിച്ചല്ലേ നല്ല ഇതല്ലേ. വിട്ടുകൊടുത്താലേ മണത്തിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റൂല. ഓനയിലിട്ടാണ് മുക്കി കൊടുത്തത്. എന്നാ പിന്നെ ഓൻ്റെ അതാണ് കഴിയുമല്ലോ. ഓനൊരു 4-5 വട്ടാക്കി. ഇനി മിക്കവാറും ചട്ടിക്കാക്കും. ഇവൻ്റെ പള്ളിയിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലോ. ഇനി എന്താ എനിക്ക് വേണ്ടിയേ? ഏറ്റൊക്കെ അടിച്ചു തരും. ഫുൾ സെറ്റപ്പ് ഞാൻ ചെയ്തു തരും. ഇവിടെ നനപ്പിച്ചു വിട്ടാലോ? മഴ കാലിലോട്ടിലുണ്ട്. ഞാൻ കല്ലിന്റെ അവർക്ക് കാട്ടിക്കൊണ്ടേട്ടാ. ഏത് കല്ല്? തിരുമകല്ല കൈമുട്ട എഴുതാനാ. നാളെ ഇനി ഡ്രസ്സ് തിരുമ്പുമ്പോൾ ഇനി മീൻ മണക്കോ? എങ്ങനെയാണ് ഗൈസ് നമ്മൾ എന്താ തിരുമ്പാൻ കല്ലുമ്പോൾ എങ്ങനെ വഴുതാന്ന് നോക്കിക്കോളി. നമ്മൾ കാട്ടിത്തരും ട്രെയിൽ വഴുതിക്കോളി. സ്റ്റാർട്ട്. നമുക്ക് ഈ അരക്കണ കല്ലിട്ടിട്ട് അവിടെ ഇടണം മീനൊക്കെ വരക്കാൻ. ഓക്കെ, നല്ല അമർത്തിനോട് എഴുതിക്കോ. അവിടെ ആകുമ്പോ ആ തിണ്ടത്തേ പറ്റൂല. എങ്ങനെ? ഈ തിണ്ടത്തേ പറ്റൂല. അങ്ങോട്ട് എടുത്ത എന്ത് അരകല്ലേ? അരക്കണ കല്ലോ? മറ്റേ അമ്മിലേ? ഓക്കെ. മീനൊന്നും ഇപ്പോ തിരുമണയിൽ മരക്കാൻ പറ്റൂല. ഓക്കെ ഓക്കെ ഓക്കെ. അമർത്തിയാണ്ട് വെച്ചോളിയമ്മ. മുള്ളുണ്ടോ? നല്ല മുള്ളുണ്ടോ അമ്മ?
ആ മുള്ളുണ്ട്. മുള്ളുണ്ടോ? മമ്മ അതിന് ഇത് ഈ മീമ തൊട്ടിട്ടില്ലല്ലോ, മത്തിയാണോ നന്നാക്കണേ? പറഞ്ഞിട്ട് ഞാൻ അതിന്റെ മുള്ളു കണ്ടാണേ, വലിയ മുള്ളുണ്ടായിന്, അത്രയും വലിയ മീനല്ലേ. ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അത് ശരി. അതിലിട്ടിട്ടാ കഴിക്കണ? സോപ്പും പൊടിയിൽ ഇട്ടിട്ടേ? അങ്ങനെ സോപ്പ് ഇട്ടിട്ട് മീൻ കഴിക്കേ? ഏതമ്മ മണം പോകാൻ മീൻ കഴിക്കല്ല. എന്നമ്മ ഇത് പൊരിച്ചാലോ നേരത്തെങ്കിലും മോട്ടം വരുവോ? പൊരി തിന്നുമ്പോ തിന്നാൻ നമുക്ക് വരുവോ? ഓക്കെ ഓക്കെ. ഇത് അങ്ങോട്ട് മുടി വെട്ടി കഴിഞ്ഞ ചോദിച്ചോക്കാ. എന്താ മാമ? മുടി വെട്ടി കഴിഞ്ഞാൽ കട ഇട്ട് വെട്ടിയിട്ട് വേണാവോ? ഓ എല്ലാരും അവിടുത്തെ എല്ലാരും വെട്ടി കഴിയാൻ വേണ്ടി കാത്തുക്കാണെന്ന് അതും അറിയില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ ഓനക്ക് മീൻ കിട്ടും, അല്ലെങ്കിൽ ഞാൻ തിന്നിട്ട് പിന്നെ ഇന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ. മനസ്സിലായോ മാമ? മനസ്സിലൊക്കെ ആയി. അതിന് മൊത്തം തിന്നു പറയാൻ പാടില്ല. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ അമ്മമാൻ്റെ? ആ അത് നേര്. അത് വലിയ മീൻ, അത് കുഞ്ഞി മത്തിയാണ്. അപ്പൊ അതല്ല ഇതല്ലേ പെട്ടെന്ന് തീരുക? ആ തന്നെ തന്നെ ചെറുതാണ്, എളുപ്പം തീരുക. ആ തലന്ന് കളയല്ലേ, തലയ്ക്ക് ഞാൻ തിന്നുപോയി. അത് ശരി, തല കൊയ്വാക്കി ഉണ്ടാക്കണേ. എനിക്ക് ഗൈസ് നമ്മളെ മീനിൻ്റെ മുള്ളും അതേപോലെ മുള്ളും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതേപോലെ എല്ല്, പോത്തിൻ്റെ എല്ല് വെച്ച് ബാക്കിയുള്ള എത്തിൻ്റെ എല്ലൊക്കെ ഞാൻ കൂട്ടി തിന്നാൻ പറ്റണേൻ്റെ കേട്ടോ. കാരണം എന്താ പറയുക, പോത്തിൻ്റെ ആടിൻ്റെയൊക്കെ എല്ല് ഭയങ്കര കട്ടിയാണ്, കടിച്ചാൽ കിട്ടൂല. കോയിൻ്റെ ഒക്കെ കടിച്ച് തിന്നു. മീൻ ഞാൻ ഇവിടെ കൊണ്ടെന്ന് വെച്ചല്ലോ, അത് 4-5 വരട്ടാ പോരെ? വലുതാക്കി അല്ല, അങ്ങനെ ഇതാക്കണല്ലോ. ഓണർ ഇപ്പൊ കൊണ്ടുപോയി മീൻ വെട്ടണ പലകത്തോട്ടാ. ആണോ? അല്ല ഇത് വെട്ടണ്ടേ, ഇതിങ്ങനെ നീളത്തിൽ ഇതാക്കാൻ വേണ്ടിട്ടാ. മുറിച്ചല്ല, വലിയ മീനാണ്. എന്നിട്ട് ഇതിമന്ന് നമ്മള് നുള്ളി പൊറുക്കി തിന്നു എല്ലാരും കൂട്ടത്തിൽ നിന്നിട്ട്. മുട്ടിയേ അതിന് നല്ലോണം മസാല ഒക്കെ തേച്ചിട്ടേ പൊരിച്ച. അതന്നെ വര ഇട്ടിട്ട് നല്ലോ മസാല കട തേച്ചിട്ട് പൊരിച്ചല്ലേ മമ്മ? മമ്മക്ക് ഐഡിയ ഉണ്ട്. ഇങ്ങനെ പൊളിച്ചാൻ പറ്റൂടാ? ഏത് സെന്ററല്ലേ? അങ്ങനെ പൊളിച്ചാ അതായത് പള്ള നമ്മള് നാളെ മറ്റീന്റെ കാട്ടി 2 ആക്കാം. 2 ആക്കണ്ട, അത് പരത്തിന് വെക്കുക. നടക്കി കാട്ടി തരാം. ഞാൻ വരണോ? അല്ല മമ്മ ഇവിടെ നന്നായിക്കോളി, അത് കഴിഞ്ഞോട്ടെ. ഞങ്ങളപ്പത്തിന് മസിൽ പിടുത്തൊക്കെ കഴിയട്ടെ. ഇവിടുത്തെ മീൻ പരിപാടി തുടങ്ങിക്കോളി. ഇനി നമ്മളെ മീൻകൂട്ടനെ അവിടെ കേക്ക് സെറ്റാക്കി വെച്ചിക്കണേ. ഞാൻ അതില് പറഞ്ഞ എന്താ അറിയുമ്മ, തല മുറിച്ചൊന്നും വേണ്ട. അങ്ങനെ ആയിക്കോളി. അല്ല കട്ട് ചെയ്യണ്ടല്ലോ. അതിനെ അത് സെൻട്രലാണ് കീറിക്കളി, നല്ല നീളത്തിൽ വരണ്ട. മാണണ്ട ആണോ? നല്ല മുള്ളുണ്ടല്ലേ. തല എടുത്താണ് നമ്മൾ ഒഴിവാക്കിക്കല്ല, തിന്നും പൊരിച്ചാൽ തന്നെയാണ്. സെൻറ്റർ നല്ലോണം മുറിച്ച് നോക്ക്, കൈ നോക്കിട്ടാ. പറ്റ കീറല്ലേ, തൊലി കളയല്ലേ, വരട്ട്. അങ്ങനെ മതി. അയ്യവ അങ്ങനെ തന്നെ. സെറ്റ് അങ്ങനെ. സംഭവം നല്ല അടിപൊളിയാക്കണം ഗൈസ് ഈ സാധനം. നമ്മൾ ഇനി ഇതൊക്കെ ആയിട്ട് വേണ്ടേ നമുക്ക് ചോറുന്നാന്? ചപ്പാത്തി ഉണ്ടാക്കണം. ചോറുണ്ട്, ഞാൻ ചപ്പാത്തി കഴിക്കണമെന്നുള്ളൂ. അയ്യവാ കയറട്ടെ സെറ്റാവട്ടെ. ഓക്കെ സെറ്റ്. അത് ഇങ്ങോട്ട് മാറ്റി ചെളി. ഇങ്ങനെ നല്ലോണം സെറ്റാക്കിയാണ് വെക്കാം. കണ്ട് സെറ്റ് സാധനം പരീക്ഷിച്ചു നോക്കുക. കിട്ടുക ചെയ്യൂ. കൈ കൊണ്ട് നടക്കണില്ലല്ലേ? കൈ നോക്കട്ടോ, കത്തിയാണേ. മുടുക്കനായി. മതി, അത് നോക്കിയാ മതി. അണ്ണാക്കത്തെ പല്ലാണത്. അതിന്റെ അണ്ണാക്കത്തെ പല്ല് നോക്കിയാ എന്ത് സീന് സാധനല്ലേ, നല്ല കട്ടിയാണത്. കടന്നോട്ടെ. ഇനി മസിൽ തേക്കാൻ നമ്മളെന്തൊക്കെയാ ചേർക്കണേക്ക്? വെളുത്തുള്ളി, പിന്നെ മഞ്ഞളും മുളക് ഇതൊക്കെ ചേർത്തിട്ട് നല്ലോണം അരച്ചിതാക്കിയേ, കുത്തി അരച്ചാണ്ട് സെറ്റാക്കല്ലേ.
പേസ്റ്റ് ആക്കല്ലേ? പേസ്റ്റ് ആക്കിയിട്ട് ആ, എന്നിട്ട് പിന്നെ മസാല ഇതൊക്കെ ചേർത്തിട്ട് അതിമ്മ കൂടെ വെച്ച് പിടിപ്പിക്കാം. ഓക്കെ, എന്തായാലും ഗൈസ് ഞങ്ങൾ എങ്ങനെ ഉപ്പും മുളകോ പെപ്പർ പെപ്പർ പൗഡർ. മമ്മ കുറേ നേരമായി പോയിട്ട് ഉമ്മമാനെ കാണാല്ല. ഉമ്മമ്മ കഴിഞ്ഞാ? ആ വരുന്നത് കുറച്ച് നേരമായി പറയൽ തുടങ്ങിയിട്ട് ഈ ഭാഗത്തേക്ക് കാണില്ല. എങ്ങനെ ഏത് ഇതല്ലേ? ഇവിടെ അല്ലേ വലിയ ചട്ടി അതല്ലേ? ഏത് മീൻ പൊരിച്ചണതോ? ഇവിടെ ഉണ്ടോ? പുറത്തുണ്ടോ? അതേതോ അങ്ങനെ ഒരു ചട്ടി ലൈറ്റ് അല്ലേ? നോക്കട്ടെ, ഞാൻ ഏതാ മീൻ ചട്ടി നോക്കട്ടെ ഗൈസ്. ഫ്ലാഷ് ഓഫ് ചെയ്യുക. ഓ ഇതില്ലേ ഗൈസ്, ഇതാണ്. ഇതോ? ഇതാണോ വലുത്? ആ, ഇത് ഒറ്റക്കാതില്ലതോ? അതിലാണോ ഇത്? എന്നാതോ ഒന്നെങ്കിൽ ഇതില് ഗൈസ്, അല്ലെങ്കിൽ ഇതില്. മറ്റേ 10 രൂപ ഇടണേണ്. നോക്കട്ടെ ഏതാണ് പറ്റണം നോക്കിയിട്ട് അതിൽ ഇതാക്കാം. ആ, എന്ത് ചട്ടിയോ? ആ, എടുത്തോണ്ടി. അല്ല പുറത്തുനിന്ന് ഉണ്ടാക്കണോ അതോ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കണോ? ആണോ? എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ഗ്യാസിലല്ലോ മറ്റേ ആ പൈസ അല്ലേ? ഗ്യാസിന് വയ്യില്ല ഗൈസ്, അതാണ് വല്യമ്മ അറിയുന്നത്. ഗ്യാസ് സീനല്ലേ? അതിനെ ആരിലൊക്കെ വരുന്ന ടൈമില് പെട്ടെന്ന് ഊതി കത്തിച്ചാൽ നടക്കൂല. അത് ശരിയാ. അങ്ങനെ ചുകുമ്പോ ഗ്യാസുമ്മ നമ്മളിപ്പോ തൊടണ്ടല്ലേ? ഇതാണ് ഗൈസ് നമ്മളെ മത്തിക്കുട്ടൻ ഇതാക്കണ കേക്ക് സെറ്റ് ആക്കിയാണ്ട് വെച്ചിക്കണ്. ഇത് ഫ്രിഡ്ജിൽ വെക്കല്ലേ? കായം തേച്ചാണ് ഫ്രിഡ്ജിൽ വെക്കാം, മസാല തേച്ചാണ് ഫ്രിഡ്ജിൽ വെക്കല്ലേ? ഓക്കെ, ബാക്കി പരിപാടി ഇമ്മ അവിടെ അടുപ്പ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പത്തിന് അപ്പത്തിന് സാധനങ്ങൾ സെറ്റാക്കിയിട്ട് മസാല കൂട്ടിയിട്ട് തേച്ച് വെക്കും. പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും മോട്ടൻ ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല. സ്റ്റിൽ ഓനെ കാത്തിക്കാണ്. എവിടെയാണാവോ? എങ്ങനെ മമ്മ? 5 മിനിറ്റ് ഇരിക്കുകയാണെങ്കിലേ ഉപ്പൊക്കെ പിടിച്ച്. ആ, 5 മിനിറ്റ് ഇരിക്കണമെങ്കിൽ ഇരിക്കാലോ. അല്ല നമ്മളിരുന്നാ പോരെ? മീനോ? അത് ശരി, നമുക്ക് നോക്കാം. അങ്ങനെ അറിയില്ല മമ്മ. നമ്മളെ ഈ കൂട്ടത്തില് നമ്മളെ കുടുംബത്തിലെ ഏറ്റവും ബുദ്ധി വെച്ചാ അറിയോ? സത്യം പറഞ്ഞ ഇതാണ് ഗൈസ് മണ്ണെണ്ണ വിളക്ക് അല്ലേ മമ്മ? ഇതൊക്കെ ഇപ്പൊ ആൾക്കാരുടെ പേരിൽ ഉണ്ടോന്ന് അറിയില്ല, എന്നാലും ഉണ്ടാവും. പണ്ടത്തെ ആൾക്കാരുടെ പേരിലൊക്കെ ഉണ്ടാവും. ആ, മണ്ണെണ്ണ വിളക്ക് വാങ്ങൂലേ? എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഈ സാധനം ഞങ്ങളെ പേരിലുണ്ട്. അതന്നെയാണ് ഞാൻ വിളക്കിന്റെ കാര്യം പറഞ്ഞത്. ഇത് പിന്നെ പോയില്ലേ? പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിനി. എന്നിട്ട് ഞാനൊക്കെ ഇടക്കിടക്ക് വെച്ചത് വന്നാണ് ഇങ്ങനെ കത്തിച്ചു വന്നിട്ട് ഇങ്ങനെയൊക്കെ കാട്ടും. ആ, എന്തേലൊക്കെ പരിപാടിയാണ്ടേ. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് അനങ്ങുമ്പത്തിന് കറണ്ട് പോകും ഇവിടെയൊക്കെ. പണ്ട് മാത്രല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ മമ്മ? വലിയ മാറ്റമൊന്നുമില്ല. അപ്പം ഞങ്ങളെ മെയിൻ പരിപാടിയാണ് ഇതൊക്കെ ഇതാക്കും. അല്ലെങ്കിൽ എന്നിട്ട് വല്ല കോലിയും എടുത്താണ്ട് കത്തിച്ചും. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് 2 പുകയും വിടും. ഇവിടെ ഒന്നും കാണൂല. എങ്ങനെ? അത് പിന്നെ അത്ര ഉള്ളല്ലേ മമ്മ? വലുതായി കഴിഞ്ഞാൽ ഒന്നും നടക്കൂലല്ലോ. നടക്കോ? വലുതായില്ലേ അല്ലേ? അതാണ് പറഞ്ഞേ. അപ്പൊ അതിനൊന്നും നേരം കിട്ടല്ലേ നമുക്ക്? ഉമ്മാന്റെ അതൊക്കെ ഗൈസ് ഉമ്മ ഇവിടെ മസാല കൂട്ടൽ തുടങ്ങി. ഇതിപ്പോ എന്തൊക്കെയാ ചതച്ചത്? വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചു, കുരുമുളക് പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ലേസം ഇട്ടു, മുളക് പൊടി ഏതാ? കളർ പൊടി അതോ എരുള്ളതോ? എരുള്ളത്. ഓ, എരുള്ളത് ഇത്ര തോനൊക്കെ ഇടണോ? അല്ല റബ്ബേ. ആ, മമ്മ കക്കൂസിന് നീച്ചാൻ നേരം ഉണ്ടാവൂലേ? പൊടിച്ചണം. എരു പൊടിക്കഴിഞ്ഞാൽ എന്താ കിട്ടാ? ഏയ്, ഉപ്പ് നോക്കണ് 1.5 കിലോ ഇട്ടിക്കണ്. അല്ല, തിന്നാൻ പറ്റിയാ മതി, വേറൊന്നുമില്ല. കാരണം ഞാൻ അത്ര പൊലിവില് വാങ്ങിയ സാധനമാണ്. അല്ലേ, ഞാൻ അത്രയും പൊലിവില് വാങ്ങിയതാണേ. അത് നിന്നിട്ട് ഉപ്പ് അല്ലെങ്കിൽ മുളക് കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒന്നും ആവാന്നാ മതി. ചേട്ടാ മതി. ഓക്കെ, ഞാൻ സമ്മതിച്ചു തന്നു.
ഇനിമ്മോടെ അപ്പത്തിന് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് മസാല നല്ലോണം ഇളക്കിയിട്ട് അതിമൊക്കെ തേച്ചാണ് പിടിപ്പിക്കട്ടെ. ഉമ്മ ആക്കണ അപ്പത്തിന് അവിടെ അടുപ്പ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുപ്പ് എത്തിച്ചാൽ എന്താ ചൂടാക്കണ്? വെള്ളമോ? ആ ഓക്കെ. ഉമ്മയുടെ ചോറിൻ്റെ പരിപാടി വെക്കാം. ഉമ്മ ആക്കണ അപ്പത്തിന് ഇവിടെ മസിൽ പിടിച്ചിട്ട് മസാല തേക്കൽ തുടങ്ങി. ആ അതല്ലേ ഞാൻ പറഞ്ഞേ, കത്തിയോണ്ടൊന്ന് വരയാണ്. അപ്പൊ ഇട്ടിട്ടില്ലയോ? കൈ വരയണ്ട കേട്ടോ, ഞാൻ മീൻ വരയാനാണ് പറഞ്ഞേ. അങ്ങനെ തന്നെ 1 2 3 4 5. ഓ ഇനി അതിൻ്റെ ഉള്ളിലൊക്കെ മസാല നല്ലോണം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റ് അല്ലേ മമ്മ? മമ്മാന്റെ തൊള്ളിൽ നിന്ന് ഇപ്പൊ തന്നെ വെള്ളം വരുന്നുണ്ട് തോന്നുന്നു. പിന്നെ ഞമ്മക്ക് തിന്നാനാണ്. ആ എന്താ മമ്മ പോയ മീൻ തിന്നൂലേ? ആ പിന്നെത്താ തിന്നണം. വാങ്ങിട്ട് തിന്നൂലാന്നോ? അത് നടക്കൂലല്ലോ. നമുക്ക് തിന്നട്ടോ. ഒന്നല്ല ആ അതൊക്കെ സെറ്റാക്കണം ഗൈസ്. ഉമ്മാക്കണ ഇവിടെ മസാല നല്ലോണം തേക്കട്ടെ. എന്നിട്ട് ഒരു 5 മിനിറ്റ് പറഞ്ഞ വഴിക്ക് നമുക്ക് റെസ്റ്റ് കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ഒക്കെ ഒന്ന് സെറ്റ് ആവട്ടെ അതിന് വേണ്ടിയിട്ട്. എങ്ങനെ മമ്മ? ചട്ടിയോ? ചട്ടി നല്ലോണം ചൂടായിക്കോട്ടെ. ആ ഓക്കെ. അപ്പോൾ ഗൈസ് ഒന്നാണ്ട് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സാവധാനം സെറ്റാക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ കുറച്ചേരത്തെ മസിൽ പിടിച്ച ടൈം കൊണ്ട് മസാല സെറ്റ് ആയില്ലേ മമ്മ? സെറ്റായി. മസാല അടുപ്പും സെറ്റായോ? അടുപ്പ് കത്തി കഴിഞ്ഞോ? ഒക്കെ കത്തിയൊക്കെ റെഡി ആയിക്കണം. ഇനിയല്ല പരിപാടി? ഇനി എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിക്കുന്നു, മീൻ ഇടുന്നു അല്ലേ? ഈ ചട്ടിയിലല്ലേ ആക്കണേ? നമ്മൾ ഈ ചട്ടിയിലാക്കണം. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എടുക്കില്ല എന്നല്ലേ പറഞ്ഞേ? അതിലെ എണ്ണ ഒഴിക്കാൻ പറ്റൂലേ? എന്താ പത്തിരി ചട്ടി ചെയ്യണ്ട? അല്ലടാ, അതിലെ എണ്ണ അതേമാർക്ക് നിൽക്കൂല, 4 വയ്ക്കും ഇങ്ങനെ ഒഴുകി പോകും. ഓ പെരന്ന ചട്ടിയാണല്ലോ അല്ലേ? ഇത് ചെറിയ കുണ്ടില്ല ചട്ടിയാണല്ലോ, അതുകൊണ്ടാണല്ലേ അത് പൊട്ടി പൊട്ടി തെറിച്ചു. ബോംബ് ഉണ്ടാക്കണേ? ചൂടല്ലേ? ബോംബായിട്ടല്ല. കുറച്ചുകൂടെ നീക്ക, ചെറിയൊരനക്കത്തിന് പുറത്താ. കൈ കൊള്ളല്ലേ? മമ്മ സപ്പോർട്ടിന് ടോർച്ചൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചം കാണാൻ വേണ്ടിയിട്ട്. അയ്യോ കറക്റ്റ് സൈസില്ലേ? ആഹാ ഗൈസ്, തളക്കണ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ അവിടെ കുത്തിരിക്കാൻ തോന്നണേ? വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരും, വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരില്ല മമ്മ. മീൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരുന്നു. ആരെങ്കിലും ചോറ് കഴിച്ചെടുത്തെങ്കിൽ ഇത് കണ്ടു കാണി തിന്നോളി. അത്രേ ഉള്ളൂ. ഇത് കണ്ടിട്ട് നോക്കി നോക്കി തിന്നോളി. അങ്ങനെ പറയണ്ട, നമ്മളപ്പരാകും. ഇവിടെ മീൻ പോയി ചോറ് തിന്നല് കഴിക്കും. അതെ, രണ്ടും നടക്കും. നമ്മളതിന് കുറ്റം പറയില്ലല്ലോ. ഇല്ല അല്ല, അതിലേക്ക് പള്ളർച്ച് തിന്നാൻ വേണ്ടിട്ടാ. ചപ്പാത്തി ചൂടാ? എന്നാ ചപ്പാത്തി ചുട്ടോളി. ആ എന്താ ഇത് മറ്റേ വാങ്ങിയിട്ടുണ്ടല്ലേ ഗൈസ്? ചപ്പാത്തി ഞാൻ ചപ്പാത്തിയാണ് കഴിക്കണേ, ചോറ് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ ചപ്പാത്തി ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇമ്മ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അല്ലേ? ചപ്പാത്തി വാങ്ങിക്കൊണ്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പൊരിച്ചാ പോരെ? അല്ല പൊരിച്ചല്ല, ചൂടാക്കിയാ പോരെ? കഴിക്കണേ. ആ അതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്ക. അല്ല ഇതാവാൻ ഏകദേശം എത്ര ടൈം എടുക്കും? മീനോ? പോയ മീൻ അത്യാവശ്യം നല്ല ടൈം എടുക്കൂലേ? ഇന്നാളെ നമ്മളൊരു മീൻ കൊണ്ടുവന്നിട്ട് എന്താണ് ഈ അവസ്ഥ? എത്ര നേരം എടുത്തില്ല? ഓർമ്മ ഉണ്ടാവും? അല്ല പറയാൻ പറ്റൂലല്ലോ. അരമണിക്കൂറൊക്കെ ആവും. അപ്പൊ 1 മണിക്കൂർ അല്ലേ? അപ്പൊ 1 മണിക്കൂറായി. എന്തായാലും ഒരു പുറം വെന്തിട്ട് തിരിച്ചിട്ട് അങ്ങേപ്പുറം പാകണ്ട. ഞാൻ പറയുമ്പോളേ ഒരു സൈഡ് ഒരു സൈഡ് ആയാലും വേഗുമല്ലോ. 10-15 മിനിറ്റ് കൊണ്ട് ആ സൈഡ് തിന്നല്ലോ തുടങ്ങാം. മറ്റേത് അപ്പുറത്തെ 1 മണിക്കൂർ കഴിയുമ്പത്തിന് അപ്പുറത്തെ സൈഡ് ആവുമല്ലോ. അത് പറ്റൂലടാ. എന്താ അത് തിരിച്ചിട്ട് ഉപയോഗിച്ചിട്ട് അത് അപ്പളേ ഇതിന്റെ രസം. ശരിയാണ് വിചാരിച്ചാണ് കുത്തിരിക്കണി. കാര്യമായിട്ട് പറയാ പറ്റൂലടാന്ന്. ഞാൻ കാര്യമായിട്ടാ പറയണേ. വേണ്ട മമ്മ കുത്തിരുന്നോളി ഗൈസ്. പിന്നെ ഇന്നലെ നമ്മള് ഒരു വ്ളോഗ് ഇട്ടീനി, അതായത് ഇമ്മയും മമ്മിയും തമ്മിലുള്ള വ്ളോഗ് ഉണ്ടായിനി. ഇവര് രണ്ടാളും ഇവിടെ ഒറ്റയ്ക്ക് എന്തൊക്കെ കാട്ടിയെന്ന്. എന്തായി അത് ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ? ഓരോരുത്തർ കണ്ടുകൊണ്ട് അഭിപ്രായം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. മഴ പെയ്തിട്ട് എങ്ങനെ അതന്നെ പറഞ്ഞേ, മഴ പെയ്തിട്ട് ആകെ ലീക്ക് ആയിന് ഇവിടൊക്കെ. ഞങ്ങള് ചക്കക്കൂട്ടാൻ വെച്ച് കഴിഞ്ഞല്ലേ? അത് ഇട്ടോ പിന്നെ ഇട്ടിട്ടില്ല. പിന്നെ ഇട്ടിട്ടില്ലല്ലേ? ഓരോരോ പാട്ടിനോട് പോയി. ഇതിൽ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ഇന്നലത്തെ വ്ളോഗിന് തന്നെ ഉമ്മമാന്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളൂ, കണ്ണൊന്നുമില്ല. കറക്റ്റ് കിട്ടിയിട്ടില്ല. അത് കുഴപ്പമില്ല, നമുക്ക് അടുത്തേക്ക് സെറ്റ് ആക്കാം കേട്ടോ. പറ്റണ മൈക്കൊക്കെ പോലെ ആക്കുന്നുണ്ട് ഗൈസ്.
അല്ല ഓരോ വ്ളോഗ് എല്ലാരും എങ്ങനെ ഉണ്ടെന്ന് നോക്കിട്ട് ആ വീഡിയോ പിടിച്ച ഞാൻ തന്നെയാന്ന് പറഞ്ഞോളാം. ആ അതിനെ ഇമ്മമ്മയാണ് അത് പിടിച്ചിക്കണേ. അപ്പൊ എല്ലാരും ആ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തു ഗൈസ്. ഇല്ലമ്മ? എല്ലാരും ഒന്ന് രേഖപ്പെടുത്തി. അതെ നമ്മളെ ഒരു ഇൽമുണ്ടാവുള്ളൂ അല്ലേ. ചപ്പാത്തി ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മീനകനോട് പൊരിഞ്ഞോണ്ട് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും അവിടെ ഇരുന്നോണ്ടിരിക്കുന്നുണ്ട്. ഓരോ പണി ഓരോ സൈഡ് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോട്ടം വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. മുടി മുളപ്പിച്ച് വെട്ടാൻ പോയതാണ്. എന്താണ് ഉച്ചക്ക് പോയതാ കൈസ് ചെറുക്കം. കാണാനല്ല എവിടെയാണ് വീട് കെട്ടിക്ക് വെട്ടാൻ വയ്ക്കണ എനിക്കറിയില്ല. ഓഞ്ഞ വല്ല തമിഴ്നാട് എവിടെയും പോയെന്ന് അത് വെച്ചറിയില്ല. എന്താ പപ്പടം ഉണ്ടാക്കണ പൊന്തി തന്നെ എനിക്കറിയില്ല. ഉമ്മാന്റെ മോനല്ലേ. എന്നാ ഈ ചട്ടകം ചൂടാക്കി ചൊല്ലുന്ന ശരി. മീനൊക്കെ പോണെന്നൊക്കെ പറഞ്ഞതാണ്. ഞാൻ വണ്ടിന്റെ അടുത്തേക്ക് പോണെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ നടന്നില്ല. അപ്പൊ മുടി കളഞ്ഞില്ലേ? മുടി കളഞ്ഞു. മുടി വെട്ടാൻ പോയില്ലേ? ഇനി ഒരു മാസത്തിന് 2-3 മാസത്തിന് ഈ മുടി വളരൂല. അതാണ് രാവിലെ തൊട്ട് ഉച്ചക്ക് തൊട്ടില്ല വെട്ടല്ലേ ഈ നേരം വരെ. എന്തൊക്കെയാണ് വെട്ട് ഓരോ നീശക്കിനും വിട്ടണം. അതാക്കി ഓരോ മുടി എണ്ണിട്ട് വെട്ടാണാവോ. ആ അതാണ് എനിക്ക് തോന്നണ അതിനൊക്കെ ഇരുന്ന്. മമ്മ എന്താ ടോർച്ച് അടിച്ച് നോക്കണ്? എണ്ണ കൊടുക്കണ്ടോ? എണ്ണ കണ്ട് എണ്ണ എല്ലോടെ ഒരു സൈഡ് വന്നിട്ട് അല്ല ഇപ്പൊ ഒന്ന് തിരിച്ചിട്ടളിഞ്ഞ് എടി ഈ എപ്പ കത്തിച്ചാണ്. ശരി ഒന്നിട്ട് പുറത്തേക്ക് ഇട്ടളി. കരിച്ചല്ലി വിട്ടോ അമ്മമ്മ. ആറ്റ് നോട്ടി തിന്നാൻ വന്നപ്പോ ഉമ്മമ്മ കരിക്കാൻ നോക്കി. മമ്മ ഞാൻ പറയുമ്പോ തിരിച്ചിട്ടളി. അടി പിടിച്ചരുതേ. കഴിഞ്ഞോ? മേത്ത് കൂടെ ഇടാനാ ചപ്പാത്തിയാ നോക്കാം. പിന്നെ അത് മാത്രം പോരാ, ഇതുകൂടി ഇട്ടോ. എന്താണ്? ആദ്യം അതായിക്കളി. അത് കരിഞ്ഞു കഴിഞ്ഞാ പിന്നെ ചപ്പാത്തി ഒക്കെ വെറുതാവും. പിന്നെ പച്ചക്ക് തിന്നേണ്ടി വരും. കരിയൊന്നുമില്ലടാ, വേഗണ്ടേ. ഓക്കെ വരി. അങ്ങനെ ഗൈസ് നമ്മൾ സാധനം എടുത്ത് തിരിച്ചു മറിച്ചിടാൻ പോവുകയാണ്. ഞാൻ ചപ്പാത്തി ഇട്ടതില് മമ്മ ചപ്പാത്തി ആയിക്കളും. മമ്മാന്റെ സന്തോഷം അതാണെന്നുണ്ടെങ്കിൽ അമ്മയോട് തോണ്ടല്ലോ ചട്ടിക്ക് പാകാണ് ഈ ചപ്പാത്തി കേട്ടോ. അയ്യവാ ഗൈസ് നല്ല മൊരിമൊരിയായി വരുന്നുണ്ട് കേട്ടോ. മമ്മ അപ്പത്തിന് അവിടെ നിന്ന് കാണാൻ വേണ്ടി പാറി അത് കാണാനല്ലേ. ഇത്ര വലിയ മീനൊന്നും നമ്മൾ അടുത്ത കാലൊന്നും കൂടിയിട്ടില്ലല്ലോ. പിന്നെ നാളെ നമ്മള് വ്ളോഗിൽ അടുത്ത് വേറെതാക്കിയല്ലേ. ആ അത് വേറെ സാധനം. വേറെ മീൻ, ഈ മീനല്ല. ഇത് പോയ മീനല്ല, കടൽ മീനാണിത്. ഇതൊന്ന് സെറ്റ് ആവട്ടെ ഗൈസ്. ഇനി പൊരിഞ്ഞ് സെറ്റ് ആവട്ടെ. അപ്പൊ ഇതിന് ചപ്പാത്തി ഉണ്ടാക്കലും പരിപാടിയും കഴിയൂല അമ്മ. ആ ഓനെ വിളിച്ചോട്ടെ ഇനി. എന്നിട്ട് ഓനെത്തിയിട്ടാണോ ഫുഡ് കഴിക്കാനും തുടങ്ങാനൊക്കെ. നോക്കട്ടെ. അതല്ല ഇനി വാർവറ മുടി വെട്ടി പഠിപ്പിച്ചിട്ട് വെട്ടി വരാനാണ്. അതാണ് തോന്നണേ എനിക്ക്. മമ്മാന്റെ പേരക്കുട്ടിയല്ലേ. എന്തായാലും ഗൈസ് ഞങ്ങൾ ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ. ചെക്കൻ വരട്ടെ എന്തായാലും. അപ്പൊ ഇതിന് ഇതൊക്കെ ഒന്ന് പൊരിഞ്ഞുകൊണ്ട് സെറ്റ് ആവട്ടെ. അങ്ങനെ ഗൈസ് നമ്മളെ രണ്ടാമത്തെ മീൻ ഇതാക്കണേ ഇവിടെ ചട്ടിയിലേക്ക് ഇട്ടിരിക്കുന്നു അല്ലേ അമ്മ? ഓക്കെ ഇതാക്കണേ. ഒന്നാമത്തെ ഇതാക്കണേ ഇവിടെ സെറ്റ് ആയിക്ക് കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്ത് നോക്കിനോ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് രണ്ടാമത്തെ ഗൈസ് ഇവിടെ പൊരിഞ്ഞോണ്ടിരിക്കണ്. എങ്ങനെ തല ഇട്ടിട്ടില്ലല്ലേ? പൊടല് മാത്രം ഇട്ടിട്ടുള്ളൂ. മമ്മ എന്താ അവസ്ഥ? സെറ്റ് ആവൂലേ? മമ്മയിലെ അടിച്ച് പ്രതീക്ഷ. കാരണം മമ്മ നന്നാക്കിയാണ്ട് അപ്പുറത്തുനിന്ന് പറയുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു വലിയ എന്തെങ്കിലും കേൾക്കരുത്. പക്ഷെ ആ ഒരു റിസൾട്ട് കിട്ടണം കേട്ടോ. മീനേ രസമാണെന്ന്. പിന്നെ രസം ഉണ്ടാകുന്നു. കാരണം ഗൈസ് കൊറേ കാലത്തിന് ശേഷമാണ് ഞങ്ങള് പൊയമീൻ കഴിക്കാൻ പോണത്. പൊയമീൻ പറഞ്ഞു കഴിഞ്ഞാ വലിയ പൊയമീൻ കേട്ടോ. മറ്റേ ഇതിനു മുമ്പൊക്കെ നമ്മൾ കൊണ്ടുവന്നത് ചെറുത് അല്ലെ, ചെറിയ ചെറിയ ചൂട്ടാപ്പി സാധനങ്ങള്. വലിയത് ചാർലി ചാപ്ലിന്റെ അഞ്ചനോ? നിന്നിട്ടില്ലെങ്കിലോ എന്താ മോണ്ടത്? അല്ലെങ്കിൽ തന്നെ പറയും പല്ലിന് കമ്പ്യൂട്ടർ ഇടിച്ച പറയാൻ പറ്റാ. ഇനിയിപ്പോ മുടി ഇങ്ങനെ അയ്യാറേക്കാരോ. ഏത് ഇറ്റാലിയനെ വീടായി പോയത് എന്റെ മുമ്പില്? ആ മീശയൊക്കെ കാട്ടിയത് എങ്ങനെയുണ്ട്? ലുക്കായില്ലോ?
ഓൽക്കൊക്കെ പറ്റി അതെന്നെ പറ്റിയിട്ടില്ല ഒന്ന് അവിടെ മുടിയൊക്കെ ഇങ്ങോട്ടാ ചോ കണ്ണാപ്പി ആയിക്കിടുന്ന ഇജ്ജ് എവിടുന്ന് വരുന്ന ഇതിലെന്ന് പറഞ്ഞാ ആ നല്ലൊരു ചുരുണ്ട മുടി കാട്ടി വന്നിക്കണ് അവനെന്താ ലുക്കായില്ലേ ഇറ്റാലിയൻ ബേഡായി പോയി ഇമ്മ വിരാട് കോഹ്ലിനെ കണ്ടിട്ടില്ലേ വിരാട് ഒരു കോലായത് കോലായി എന്താ വേറെ ഏതോ ഒരു മുഖഷേപ്പ് എനിക്ക് രസായത് ഇപ്പളാ രസായത് സംഭവം നൈസായി മീശൊക്കെ ഇങ്ങോട്ട് വലിയ കുറച്ച് ഇവിടെ കടുത്തായി സംഭവം ഇപ്പളാ ലുക്കായത് എനിക്ക് ആ താടി ഇങ്ങനെയുള്ള ചാർലി ചാപ്ലിനൊക്കെ ഇങ്ങനെയാണ് ഉമ്മ ഇവിടെ തന്നെ ചാർലി ചാപ്പി തുണിയിലെടുത്തിട്ടോനും അതേപോലെ കാട്ടുന്നുണ്ടോ പൊരിച്ച മണൊക്കെ ഉണ്ടാവും ഞങ്ങൾ അതും ഇതൊക്കെ ഉണ്ടാക്കും ഇജ്ജ് ഏത് അടുപ്പിലാണ് എല്ലാരും അഭിപ്രായം പറയും നമ്മളെ ഇറ്റാലിയൻ ബിയേഡ് എങ്ങനെ കമന്റ് ചെയ്യും നമ്മളെ മുടിയും ഇറ്റാലിയൻ ആണ് അപ്പൊ എല്ലാരും കമന്റ് ചെയ്യാം വീഡിയോ എന്റെ മുടി എന്റെ താടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചട്ടകം കൊണ്ട് തന്നെ മമ്മ എന്താ പറയുക മമ്മക്ക് എന്താ പറയാല്ലേ മമ്മ ഉണ്ടാക്കുന്നത് മോണ്ടനല്ല ഇത് മോട്ടറല്ല പോയി മോട്ടറെ വിളിച്ചോണ്ട് വാടാ ആ പഴയ വായിക്കട്ടെ മാറി ഞാൻ കുട്ടീനെ വിളിച്ചട്ടെ ഒരു രസമല്ല ഞങ്ങൾക്ക് രസം കിട്ടുന്നില്ല അത് താടി എടുത്ത് ആ മുടിയോട്ട് കടിക്കണോക്കാ പറ്റതാക്കി എടാ ജാസി ഇങ്ങനെ കാട്ടിക്കണേ ഈ ജാസി എംആർസെഡ് ജാസിയില്ലേ അതല്ല ആ ജാസി അല്ല എംആർസെഡ് ജാസി എന്താ എന്റെ അഭിപ്രായം ഓ പിന്നെ പൊളി സാധനം ഞാൻ നോക്കണില്ല ഗൈസ് എന്താ എന്റെ അഭിപ്രായം നിന്റെ സെറ്റ് അല്ലതല്ലേ പാറി ഓനക്ക് ഗൈസ് അതിന് വേണ്ടിട്ട് താടിയില്ല ഇറ്റാലിയൻ കാട്ടാൻ വേണ്ടിട്ട് നമ്മളതിന്റെ ആവശ്യമില്ലടാ അതിന് താടിയോ വരാനായിക്കണില്ലേ ഞാൻ അമേരിക്കൻ സ്റ്റൈലിലെ പിടിച്ചേ അമേരിക്ക അവിടുത്തെ ആൾക്കാരൊന്നും ഇത് വെക്കലില്ലല്ലേ അല്ലേ ഒരു തുള്ളി താടി വരുമ്പത്തിന് അതൊക്കെ വരണ്ടി കളി അത് എന്തിനു അവിടെ ഇവിടെ അവാർഡ് സിനിമയിലെ ആൾക്കാർ അവിടെ ഇവിടെ വന്നിട്ട് എന്താ കാര്യം അല്ലേ മമ്മ എന്താ തോന വരൂലേ ഇല്ലേ പറഞ്ഞു വരട്ടെ വരുമ്പോ മുടി എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വേക്കതൊക്കെ പക്ഷെ താടി ഇവിടെ എത്ര എടുത്ത് ആ മീശ ഇതാക്കിയതും പറ്റിയില്ല അത് ഇറ്റാലിയൻ ബിയേഡ് അതന്നെ പുറത്തേക്ക് ഇറങ്ങണം അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറക്കണേ ആയിക്കോട്ടെ സെറ്റ് തിരിച്ചു സാധനം അല്ലേ മാമ കൊണ്ടുപോയത് ആരോ മോട്ടറാക്കി വിട്ടാണ് മുന്നാണോ മുന്നൊന്നല്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ റിസ്വാനോ ഓനാണ് വണ്ടി വെച്ചേ റിസ്വാനും ഇങ്ങനെ തന്നെയാണ് റിസ്വാന്റെ പോലെ ഞാൻ കാണിച്ചു തരാം ഇല്ല ഓന്റെ ഫോട്ടോ ഉണ്ട് ഓരോരുത്തർക്ക് ഞാൻ കാണിച്ചു തരാം എന്റെ വാൾപേപ്പർ ഒന്ന് കാട്ടിക്കാം ഒരു മിനിറ്റ് ഇങ്ങനെ ഉണ്ടായി അങ്ങനത്തെ മുടിയാണ് ആ കാട്ടി കാണണം ഈ കോലാണ് ഈ കോലായി മാറിയത് പക്ഷെ രസമുണ്ട് ഇതാണ് എനിക്ക് രസം ഇറ്റാലിയൻ ബിയേഡ് എന്നല്ല തടിയില്ലാത്ത വായിക്കായോ ചെറുപ്പക്കാരനായി ഇപ്പൊ ആണോ ചെറുപ്പക്കാരനായോ ഇപ്പൊ കണ്ട എന്റെ വാപ്പാന്റെ ലുക്ക് ഉണ്ടല്ലേ എന്നാ റിസ്വാനെ ഞാൻ കാണിച്ചു തരാം ഇതെന്താ മുള്ളമതിയോ എന്താ മുടി കിടക്കണ് അതാണ് ഇറ്റാലിയനാണ് ഓക്കെ അതൊക്കെ ഇറ്റാലിയൻ കട്ടാണ് മുള്ള് ഇങ്ങനെ മുള്ളൊക്കെ പലക്കണം മുടി മറ്റേ ഇത് ചക്ക മറ്റേ ഇത് തടിയുടെ ശരി ഉമ്മാന്റെ ചെന്നാ മതിയാവും മുള്ളിങ്ങനെ തീർച്ചും ഇതേതാ മീൻ നിങ്ങള് ചൂണ്ടിടാൻ പോയോ ചൂണ്ടിടാനൊന്നും പോയില്ലളിയാ ഞങ്ങള് താഴത്തേക്ക് മീൻ വാങ്ങാൻ പോയാല അങ്ങാടി പോയപ്പോ മറ്റേ ഇതിനെ കണ്ടു പൊയമീൻ ഒരു കാക്കോണം പൊയമീനത് പൊയമീനാണ് ഇത് കുറുവല്ലേ വലിയ കുറുവ അതിനെ കുറുവ പൊയമീനല്ലേ വലുത് അതിനെ പെരക്കന് ചുട്ടു ആ അപ്പൊ നിങ്ങളെല്ലാരും പൊയമീന് ഇറ്റാലിയൻ ബിയേഡ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉച്ചക്ക് പോയിട്ട് ഈ നേരം വരെ ഇതാണ് ഇതാണ് ഇത് ഉണ്ടാക്കാൻ കുറച്ച് നയിപ്പാണ് അല്ല പൈസ നോക്കിയില്ലേ ഞാൻ ഇതൊന്ന് സെറ്റപ്പ് ആവണം പറഞ്ഞു ഒരു 5 ലക്ഷം ആയോ ഏയ് 5 ലക്ഷം എന്താ പറ്റ പൈസ എടുക്കാൻ പറ്റും ഉച്ചക്ക് പോയതാണ് ഒന്നും തിന്നിട്ടില്ല ഇത് എവിടുന്നാണ് എവിടുന്നാ കിട്ടിയേ ഇടക്കിരുന്ന് ഇടക്കര ഇങ്ങനത്തെ ഓട്ടൊക്കെ ഉണ്ടോ ഇടക്കിടക്കര ഇങ്ങനത്തെ വെട്ടൊക്കെ ഉണ്ടോന്ന് പിന്നെ ഉമ്മ സാധാ വെട്ടാണ് ഉമ്മമാക്ക് ഇറ്റാലിയൻ വെട്ട് വെട്ടണോ ഇറ്റാലിയൻ വെട്ട് പറഞ്ഞാൽ മതി ഇറ്റാലിയൻ ബിയേഡ് പറഞ്ഞാൽ മതി ആ ഇറ്റാലിയൻ ബിയേഡ് ഒന്ന് ട്രൈ ചെയ്ത് എന്നാ പോണ് ഇറ്റാലിയത്തേക്കും അവിടേക്കും ഓൾക്ക് ഉമ്മ പറ്റൂല കാരണം താടി മീശയില്ല പിന്നെ എന്തിന് ഇറ്റാലിയ ഞാൻ ഇറ്റാലിയല്ലേ ഞാൻ അമേരിക്കൻ സ്റ്റൈലല്ലേ പിടിച്ചോണ്ട് നമ്മളിതൊക്കെ ട്രൈ ചെയ്യണം ഓന് താടി വീശി വരാൻ അയക്കണില്ല വരുന്നുണ്ട് ഓനത് ആകെ ഇതാ ചെത്തി കളയല് ഒക്കെ ശരിയാണ് വീഡിയോ എടുക്കുമ്പോ എന്റെ താടി എന്റെ മുടി എന്റെ മീശ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ലെങ്കിൽ നല്ലോണം കിട്ടും ഞാൻ ക്യാമറ പിടിച്ചും ക്യാമറ പിടിക്കും എന്നെ കൊണ്ട് കാമറ അത്രക്ക് കൂടുണ്ടോ ഏയ് എടാ രസം അതുകൊണ്ടാണ് എന്നോട് വലിയ പറയുന്നത് ആണോ
ഇതും കൂടി വന്നപ്പോ അടിപൊളിയായി ഇങ്ങനെ ഒരു സുന എങ്ങനെ ഇട്ടേ അതിനെ കാട്ടി കൊടുത്തേ സൂപ്പർമാന്റെ ഷെഡി സൂപ്പർമാന്റെ ഷെഡിയല്ലേ വേണ്ടമ്മ താടി മുഖി സൂപ്പർമാന്റെ ഷെഡി ഇതാ അത് കണ്ടില്ലേ അങ്ങനെയാണ് സൂപ്പർമാന്റെ ഷെഡി അങ്ങനെ അങ്ങോട്ടത് ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോ ആരും തിരിച്ചറിയില്ലല്ലോ. അതെ ഇങ്ങനെ ആൾക്കാർ വരികയല്ലല്ലോ ഇന്ന് കോഴിക്കോട് നിന്ന് ആൾക്കാർ വന്നത്. കൊറേ ആൾക്കാരൊക്കെ വരും അല്ലേ ഓരോ ആൾക്കാര് കാണാൻ വന്നാണ് അല്ല തല നിന്ന് വേഗട്ടെ അപ്പൊ നമുക്ക് തിന്നല്ലേ നമുക്ക് തിന്നാം. ആ തിന്നില്ല അപ്പൊ അത് വേണ്ടേ ആ തല നാളെ തിന്നൂടെ. ആള് തിന്നാലോ തല. എന്നാ കഴിച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കലിലേക്ക് പോകാം അല്ലേ? അല്ല എനിക്ക് ചപ്പാത്തി ഒന്നും വേണ്ടേ? എനിക്ക് ജിമ്മൊന്നുമില്ലേ? ആ ഉണ്ടെങ്കിൽ നാക്കണ് ചപ്പാത്തി ആക്കണ്. ചപ്പാത്തി മതി. ചപ്പാത്തി തടി കുറഞ്ഞ മൈക്ക് തോന്നുന്നുണ്ടോ? തടി കുറഞ്ഞ അത് ബിയേഡ് ആയിക്കൊണ്ടാണ് ആണോ? അപ്പൊ കഴിച്ച എല്ലാരും കമന്റിൽ രേഖപ്പെടുത്തു എങ്ങനെയുണ്ട് നമ്മൾ ഇറ്റാലിയൻ ബിയേഡ്. ഇറ്റാലിയൻ ബിയേഡ് കേട്ടോ ബിയേഡ് അല്ല ബിയേഡ് ബിയേഡ് പറഞ്ഞാൽ ഞാൻ ഒരു ഇതാണ് എവിടൊക്കെയാ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്നാ നീ വരും മമ്മ സാധനങ്ങളൊക്കെ എടുത്തോളി എന്തൊക്കെ എടുക്കാലോ ഒക്കെ എടുത്തോളി കേട്ടോ പാത്രങ്ങളൊക്കെ എടുക്കട്ടെ. അങ്ങനെ പാത്രങ്ങളും എല്ലാ സാധനങ്ങളും എടുത്തോളി എന്നിട്ട് മീൻ പൊള്ളിച്ചതും അതൊക്കെ എടുത്തോളി നമുക്ക് തിന്നണ ചടങ്ങിലേക്കാണ് കിടക്കാല്ലേ. ഇതിന് മുമ്പ് മാറിക്കണം ഇല്ല രസമുണ്ട്. പിന്നെന്ത് ഇടക്കിടക്ക് എന്റെ മുഖത്ത് നോക്കി അല്ലേ ഇടക്കിടക്ക് കാണാൻ ഇങ്ങനെ പൂതിയാവാ ഞാൻ ഉണ്ടല്ലോ ഞാനും വെക്കുവാനും ഞങ്ങൾ പെട്രോൾ പമ്പിൽ എണ്ണ അടിച്ചും കയറി എല്ലാരും ഞങ്ങളെ മുഖത്ത് കയറി നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓനോട് ചോദിച്ചു എടാ രസം ഉണ്ടായിട്ടാണോ നോക്കണത് അതോ കോളായിട്ടാണോ നോക്കണത്? ഓൻ പറഞ്ഞ രസം ഉണ്ടായിട്ടാണ്. റിസ്വാനെ അപേക്ഷിച്ച് എന്റെ നല്ല അടിപൊളിയാണ്. റിസ്വാന അങ്ങനെയല്ല ഓന്റെ കെയ്യപ്പോ ശരിയായിക്കണേ. എന്തോ അങ്ങനെ മുള്ളമ്പന്നിന്റെ ലുക്കിലൊക്കെ ഇങ്ങനെ ചോറെടുക്കാനേ നീ ഏതാ ചോറേ ചോറെടുക്കണം. ഞാൻ പറയുമ്പോഴേ എന്റെ കല്യാണത്തിനൊക്കെ ഞാൻ ഇങ്ങനെ നിന്നാ എങ്ങനെ ഉണ്ടാവും അല്ലേ? വ്യത്യസ്തമായിട്ട് സത്യം പറഞ്ഞാൽ എന്റെ അമ്മോസാക്കാന്റെ താടി ഇതേപോലെയാണ്. സത്യം അമ്മോസാക്കാന്റെ താടി ഇതേക്കാണ്. ഒരു ഫോട്ടോ എടുത്താണ് മൂപ്പർക്ക് അയച്ചു കൊടുത്തത്. ഞാൻ അയച്ചു കൊടുത്തു. മൂപ്പര് നമ്മൾ അടിപൊളിയാണ്. നേരെ മറിച്ച് എന്റെ കുട്ടിക്ക് അയച്ചു കൊടുത്തു. ബ്രേക്കപ്പ് ഞാൻ ഇപ്പൊ വിളിച്ചീനി ഇമ്മാച്ച് കാണാൻ വെച്ച മുടി വലിയതായിട്ട് ഞാൻ വിളിച്ചാ മതി. പറഞ്ഞല്ലോ ഓളമ്മ പറഞ്ഞല്ലോ അടിപൊളിയായി നിന്നോട്. ഇമ്മല്ലേ ഇമ്മല്ലേ ചോറേ ചോറ് കൊണ്ടെടുക്ക. നീ കജ്ജൊക്കെ ഞാൻ കൈ ഞാൻ കൈ കൈകിട്ടേ കയറിയത്. എന്നാ അമ്മമ്മ ചോറെടുത്താണ് നടന്നോളി. ചോറെടുക്കി നടന്നോളി. കുഞ്ഞിപ്പോ അടുക്കളയ്ക്ക് നമ്മള് വരുന്നില്ലല്ലോ. അടുക്കളയ്ക്ക് ഞാൻ ആവശ്യമില്ല മമ്മക്ക് വെള്ളം എടുക്കാണ്ടോ? ആ വെള്ളമൊക്കെ എടുക്കണം. ഞാൻ പറയുമ്പോ അങ്ങനത്തെ ഒരു ലൈറ്റും പടം വാങ്ങിക്കഴിഞ്ഞാ ഒന്നുകൂടി വാങ്ങാൻ ഇതിലെന്നാലും കൊണ്ടുവന്നീനേ അപ്പൊ ഏത് അട്ടത്ത് കോക്കിക്കാണിയപ്പോ പേടിയായി. ആ തന്നെ ഞാന് അറിയാത്ത ആൾക്കാരെ അടുത്തുനിന്നൊക്കെ അത് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആരോട് വെച്ചിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഏച്ച് തേക്കാൻ പറ്റുവാണ്. നമ്മളെ മീൻകറി മീൻകറി അല്ലേ? വേഗം പോയിട്ടോ നിർബന്ധിച്ചോ. ആ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ വേണ്ട അറിയാം. പണ്ടൂർക്കാരെ പീടിയില് ലൈറ്റും ബൾബും വെളിച്ചം കിട്ടണ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കോ. പൈസ അല്ല ഇപ്പം അടുത്ത് ആരോട് ചോദിച്ചിട്ട് വാങ്ങി വെച്ചാലോ? ഇവ പൊട്ടം ബൾബ് എടുത്ത് വെച്ചിട്ട് ഇജ്ജ് ബൾബ് എടുക്കാൻ കയറിയല്ലേ? അപ്പൊ ബൾബ് എടുത്തില്ലേ? വാങ്ങുന്നുണ്ടോ വെള്ളം? ആ ചൂടുവെള്ളം മതി. ചൂടുവെള്ളം തന്നെയാണ്. പിന്നെ ഇപ്പൊ തണുത്തക്കണുള്ളൂ. കുഴപ്പമില്ല. അല്ല ഉമ്മ സാധാരണ 9 മണി 10 മണി കാണില്ലല്ലോ. ഇതെന്താണോ ഇത്ര നേരം? അതിന് മീനല്ലേ ഞങ്ങള് നല്ല ഹെവി ഫുഡ് ഉണ്ടാക്കൽ ചടങ്ങാണ്. കാര്യമായിട്ട് ഉണ്ടാക്കല്ലേ ഞാൻ ഇരിക്ക് എന്നാ അതൊരു ഫോട്ടോ എടുക്കണം. നമ്മളൊരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ അങ്ങനെ ഗൈസ് കാത്തിരിപ്പിന് വിരാമം കൊണ്ടുകൊണ്ട് നമ്മളുടെ ഇറച്ചിയല്ല സോറി മീന് പൊരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഫുഡ് കഴിക്കൽ ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയായിരുന്നു ഗൈസ്. ഇമ്മമ്മ ചോറിട്ടു, ഇമ്മയും ചോറിട്ടു, ഞാനും മോട്ടനും ചപ്പാത്തി. ഞങ്ങൾ ഡയറ്റിലാണ് ഗൈസ് അല്ലേ? അതല്ലേ? അതാണ് ഇമ്മ അതിൻ്റെ കൂടി ഒന്ന് കയറി മുറിച്ചിടി. എന്തായാലും അവിടെ നിന്നാണ് സപ്പോർട്ട് ചെയ്യല്ലേ. അപ്പൊ കയറി മുറിച്ചു വിട്ടോട്ടെ. മമ്മ മീൻ എടുത്ത് തിന്നോളി. തിന്നാന്നല്ല തിന്നി ഞാൻ കറി വെച്ചു തരാം. മീൻ കറിയാണ്, മത്തിക്കറിയാണ് ഗൈസ്. ലോണ്ട് കൂട്ടിയെടുത്ത് തിന്നോളി. കറിയത്തെ മീൻ കൊടുക്കട്ടെ ആണോ? നീ പൊരിച്ച മീൻ കൂട്ടി. നമ്മളെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം ഈ പൊരിച്ച മീനാണ്. കുറുവ, പൊരിച്ച കുറുവ. ചോദിച്ചോണ്ട് ആദ്യം ഉമ്മമാരുടെ റിവ്യൂ നമുക്ക് എടുക്കാം ഗൈസ്. അത് നുള്ളി പൊറക്കൊന്നും എടുക്കണ്ടേ? അത് എടുത്തോളിയുണ്ട് വലിച്ചാണ് എടുത്തോളി.
അടുത്തോണം തൊള്ളിക്കാൻ കിട്ടാണി കടിച്ചട്ടെ. ആ എന്താ പറയാ, നല്ല രസം. ആണോ? ഓ കുറെ ആൾക്കാർ പോയമീൻ കൂട്ടാത്ത തിന്നോ കാടി, ആണോ? ആ ഞാൻ തിന്നാ. അത് മമ്മ സെറ്റാണോ? കാര്യത്തിൽ അടിപൊളി, നല്ല രസം. ആണോ? സത്യാണ്, ഉറപ്പല്ലേ? ഉറപ്പാണ്. പോയമീൻ പിന്നെ രസം ഉണ്ടാവില്ല. എന്നാ പിടിച്ചാ ആ എന്നാ ഓക്കെ, ഒരു മിനിറ്റ്. ഇറ്റാലിയൻ ബിയേഡ് വെച്ചിട്ട് കഴിച്ച് ഇതൊന്ന് തിന്ന് നോക്കട്ടെ. കഴിക്ക്. ഇറ്റാലിയൻ ബീഡ് വെച്ചിട്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് കഴിക്കാൻ പോവുകയാണ്. ഇത് ഉണ്ടാക്കാൻ ഞാനല്ല, ഇനി ഇതാരൊക്കെ ഉണ്ടാക്കിയത്? ഫുൾ ഞങ്ങള് മൂന്നാള്. നേതൃത്വത്തിൽ എല്ലാം ഉണ്ടാക്കി വരി. കറി ആയിരുന്നു അമ്മമാൻ്റെ അത് ഉമ്മാൻ്റെ? വേണ്ട, ഉമ്മാൻ്റെ. ആ പുളി കൂടുതൽ. പൊടിച്ച മീനാ അത് ഉമ്മാൻ്റെ. പിന്നെ ഉമ്മമാക്ക് എന്താണ് പരിപാടി ഇവിടെ നോക്കിക്ക്? മമ്മ സപ്പോർട്ടർ, ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടർ. ഞാൻ മത്തിയാക്കി, ഞാൻ മറ്റേ മത്തി ഫ്രിഡ്ജില്. നാളേക്ക് ഇന്നത്തെ ഹൈലൈറ്റ് ഇതല്ലേ? ഇജ്ജ് രാവിലെ പോയതല്ലേ, ഇജ്ജ് കുറ്റം പറയാനപ്പം കയറുന്നേ. ഇറക്കി വിട്ടളിമ്മ, അതേ വൈകി ഇറക്കി വിട്ടളിമ്മ. ഉസ്മാന്റെ കൂടെ പോയിക്കോ. പല്ലേ എത്ര നേരം മീനാ പൊരിച്ചെടുത്ത് തിന്ന് എങ്ങനെയുണ്ട്? എന്താ സാറാ? രസമുണ്ട് കഴിച്ചു. പൊരിച്ച മീന്, പൊരിച്ച കുറുവ എങ്ങനെയുണ്ട്? പോയമീൻ അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. സത്യം. നാളെ ഈ മീൻ വരുമ്പോ വാങ്ങണേ. ഇതല്ലേ നാളെ അത് ഉണ്ടാവോ നോക്കട്ടെ. അത് രസമുണ്ട്. ഇന്നെന്തോ ലക്കില് കിട്ടിയോ? സാധാരണ ഉണ്ടാവില്ല ഈ മീൻ. സാധാ പോയമീൻ കിട്ടണം കഴിച്ച്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ആകെയുള്ള പരിപാടി എന്താ അറിയോ? പോയോ മീൻ പിടിച്ചാ വലട നാളെ നമ്മള് പോയത്. അപ്പൊ കൊറേ മീനുകളെ കിട്ടും, മീൻകുട്ടികളെ. ഞാൻ ഇപ്പൊ 2-3 ദിവസമായി കേട്ടിട്ടുണ്ട് നമുക്ക് പോകാം. അപ്പൊ അതിനിപ്പോ പോയിട്ട് കാര്യമില്ലേ, പോയിലൊന്നും മീനില്ല ഇപ്പൊ. വള്ളല്ലപ്പം മമ്മ. വെള്ളമില്ലേലും ചെറിയ പല്ലൊക്കെ കിട്ടാം, കൊരിയാല്. കാരണം ചെറിയ പെരണം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കോല് കോരേണ്ടി വരും. ആ ടൈം മഴയുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോല് കൊണ്ടുപോയി നല്ല മീനുകളെ കിട്ടും. ജയില് പുളി കുടിക്കണെന്ന് പറയുന്ന ചാറിലോ ഇല്ല പൊയ്ക്ക ചാവും. അതിന്റെ മീശ ചുണ്ടുമ്പോ തട്ടിട്ടാക്കിയല്ലോ അതിന് മമ്മ. മുഖം ഫേസില് ഇതപ്പോ എന്തെങ്കിലും ഒക്കെ പുളിയിലൊക്കെ ആയിട്ടുണ്ടാവും. മുഖമൊന്നും ഞാൻ ഫേഷ്യൽ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ താടി ഇതൊക്കെ ആക്കിയപ്പോ ആ അങ്ങനെ ഫേഷ്യലാണ്. അപ്പൊ അതൊക്കെ ആക്കിയിട്ടല്ലേ ആക്കിയത്. അപ്പൊ അതൊന്നും ആക്കൂല, അതൊക്കെ പണ്ട്. അപ്പൊ ഗൈസ് എല്ലാരും എങ്ങനെയുണ്ട് നമ്മളെ ഇറ്റാലിയൻ ബീഡ് എങ്ങനെയുണ്ടെന്ന് എല്ലാരും കമന്റ് ചെയ്യും. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേ ഗൈസ്. അതേപോലെ തന്നെ മീനും എല്ലാരും ട്രൈ ചെയ്യും. അതിന് പോയമീൻ കൂട്ടാത്ത കുറെ ആൾക്കാരുണ്ട്. തിന്നടാ, മീൻ തിന്ന്. കൊറേ ആൾക്കാർക്ക് പോയമീൻ പറ്റാത്തണ്ട്. അത് എന്തുകൊണ്ടാന്ന് കഴിച്ച് നമുക്കറിയില്ല. ഒരു പറയുന്നത് എന്താ അറിയോ? പോയമീൻ കൂട്ടാത്തതിന്റെ റീസൺ പറയണ ഒരു അറിയാം. അത് പോയിത്തെ ചപ്പും ചോറൊക്കെ തിന്നിട്ടല്ലേ വലുതാവണത്, അതിനോട് ടേസ്റ്റ് ഇല്ലാന്ന് പറയുന്നത്. അപ്പൊ കടലത്തോ മീൻ്റെ വേസ്റ്റ് തിന്നിട്ടല്ലേ? ആവോ. ആ എന്തേലും ആവട്ടെ, എന്തായാലും കഴിക്കാൻ പറ്റുന്നവരൊക്കെ കഴിച്ചോ ഗൈസ്. അടിപൊളി സാധനമാണ്. അപ്പൊ എന്നാ നീ അടുത്ത ഇതിൽ പറഞ്ഞോളി മമ്മ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ മീൻ തിന്നാൻ തന്നെ പാടില്ല. മീനല്ല ഒന്നും തിന്നാൻ പാടില്ല. പിന്നെ നാളെ രാവിലെ കാറിന്റെ അടുത്തേക്ക് പോകണം. ഓ ഓക്കെ. എൻ്റെ കാര്യമല്ല, നേരാകുമോ? രാവിലെ ഇജ്ജ് നാളെ ഇനി വല്ല ഇറ്റലിയും ഉണ്ട് കാരണം പോവുക. നല്ല ചത്തലി ഉണ്ടാണ് പോകും അല്ലേ ഗൈസ്? കുറെ ആൾക്കാർ നമ്മളെ കമന്റിൽ പറയുന്നുണ്ട് നിങ്ങളെ വണ്ടീന്റെ കാര്യം എന്തായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഗൈസ് എനിക്കും കാണാൻ ആകാംക്ഷയോടെ നിൽക്കുകയാണ് ഞാനും എൻ്റെ വണ്ടി ഒരു പറഞ്ഞത് ഫുൾ അയച്ചിട്ട് പണിയിലാണ്. കാരണം ഈ പാച്ച് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് അത്യാവശ്യം നല്ല ബോഡി പണിയുണ്ട്. ആ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 മാസം നിൽക്കുന്ന പണിയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യക്കാരൻ നമ്മളെ വണ്ടി കുറേ പണ്ടത്തെ മോഡലാണ്. അപ്പോൾ അതിൻ്റെ സ്പെയർ കുറേ ഓർഡർ ചെയ്തിട്ട് വരുത്താനും നല്ല ടൈമുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പണി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം കുറച്ച് ഇങ്ങനെ മുക്കാവാൻ കഴിഞ്ഞിരിക്കണേ. ഇനിയിപ്പോൾ ഉള്ളത് പാച്ച് വർക്കിൻ്റെ 4-5 വാമ്പാറുണ്ട്. പിന്നെ കുറച്ച് പെയിൻറ്റിങ്ങാണ് മെയിനായിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മളെ വണ്ടി ഇറങ്ങും. ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം തുടക്കമൊക്കെ ആയിട്ട് കഴിച്ച് നമ്മളെ വണ്ടി ഇറങ്ങണേക്കാരം. അപ്പോൾ നാളെ ഞങ്ങൾ അത് എല്ലാവരും പാടെ കാണാൻ പോകുന്നുണ്ട്. കാണാൻ പോയി കഴിച്ച് നമുക്ക് 2 റൗണ്ട് കുറേ ദിവസമായിട്ട് കഴിച്ച് ഒരു വണ്ടി കൂട്ടിയിട്ട് നമ്മളെ വണ്ടി പോയതിനു ശേഷം പിന്നെ മുന്നേൻ്റെ വണ്ടിയും പോയി. അതിന് ശേഷം നമ്മളൊരു വണ്ടി കൂട്ടിയിട്ടില്ല. പിന്നെ ടച്ചൊക്കെ വിട്ടുകിടാ അറിയില്ല. നമ്മളെ വണ്ടി പോയപ്പോ മുന്നേൻ്റെ വണ്ടി നമ്മളെ വണ്ടി പോണീന്റെ മുന്നേ പോകാൻ നിന്നു. എല്ലാവർക്കും മമ്മ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഗൈസ് നാളെ നമ്മൾ പോണ കാരണം അപ്പോൾ നാളെ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓക്കെ.